ഇന്ത്യക്കെതിരെ ഇസ്ലാമിക രാജ്യങ്ങളുടെ സഹായം തേടിയിരിക്കുകയാണ് ഇപ്പോൾ ബംഗ്ലാദേശ്. ഇന്ത്യയെ തകർക്കാനായി ഇസ്ലാമിക രാജ്യങ്ങളുടെ സഹായം തങ്ങൾക്ക് വേണം എന്നാണ് ബംഗ്ലാദേശ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ബംഗ്ലാദേശിന്റെ ഒരു നാഷണൽ സെക്യൂരിറ്റി ഡോക്ട്രിനാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇന്ത്യയെ തകർക്കാനായി ഇസ്ലാമിക രാജ്യങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്നുള്ള രഹസ്യ അജണ്ടയാണ് ബംഗ്ലാദേശിന്റെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ബംഗ്ലാദേശി മാധ്യമങ്ങൾ തന്നെ പറയുന്നത്. ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം മുഹമ്മദ് യൂനിസ് കയറിയിരുന്നു. അപ്പോൾ തന്നെ ബംഗ്ലാദേശ് പാപ്പരായിരുന്നു. ബംഗ്ലാദേശിന്റെ GDP എല്ലാം ഇടിഞ്ഞ് താഴേക്ക് പോയി. അരി വരെ ബംഗ്ലാദേശിന് ഇന്ത്യയാണ് കൊടുക്കുന്നത്. മറ്റു ഭക്ഷ്യധാന്യങ്ങളടക്കം ബംഗ്ലാദേശ് പാകിസ്ഥാന്റെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിലും പാകിസ്ഥാന് ആ ഭക്ഷ്യധാന്യങ്ങൾ ഉരുളക്കിഴങ്ങടക്കമുള്ളവ കൊടുക്കുന്നത് ഇന്ത്യയാണ്. അതാണ് പാകിസ്ഥാൻ മറിച്ച് ബംഗ്ലാദേശിന് കൊടുക്കുന്നത്. എന്നിട്ടും ബംഗ്ലാദേശ് ഇന്ത്യയെ തകർക്കാനായി ഇസ്ലാമിക രാജ്യങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു സഹായം തേടാനായിട്ട് ഒരുങ്ങുകയാണ്. എന്നാൽ ഇസ്ലാമിക രാജ്യങ്ങൾ ബംഗ്ലാദേശിന്റെ ഈ സഹായ വാഗ്ദാനങ്ങൾക്ക് കൈ കൊടുക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തുക്കളായിട്ടുള്ള GCC രാജ്യങ്ങളായിട്ടുള്ള സൗദി അറേബ്യയും കുവൈറ്റും ബഹ്റിനും എല്ലാം തന്നെ ഇതിനോട് മുഖം തിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. മുഖം തിരിക്കുക മാത്രമല്ല, രൂക്ഷമായ വിമർശനം ബംഗ്ലാദേശിനോട് ഉന്നയിക്കാനും സാധ്യതയുണ്ട്. ഖത്തറാണ് ബംഗ്ലാദേശിന് കൈകൊടുക്കാൻ ഇപ്പോൾ സാധ്യതയുള്ള ഒരേ ഒരു രാജ്യം. എന്നാൽ ഇന്ത്യയുടെ നയങ്ങൾക്ക് മുന്നിൽ ഖത്തർ പിടിച്ചു നിൽക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഖത്തറും കൈകൊടുക്കാനുള്ള ഒരു സാധ്യതയില്ല. പിന്നെ പാകിസ്ഥാൻ സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിന് ഈ കാര്യത്തിൽ കൈകൊടുക്കും. തുർക്കി എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. തുർക്കി ബംഗ്ലാദേശിന് കൈകൊടുക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുകയാണെങ്കിൽ പോലും തുർക്കിയെ എപ്പോഴും നയതന്ത്രപരമായിട്ട് നേരിട്ട ഒരു പാരമ്പര്യമാണ് ഇന്ത്യക്കുള്ളത്. നരേന്ദ്രമോദി വന്ന ശേഷവും തുർക്കി ഇന്ത്യക്കെതിരെ തിരിഞ്ഞപ്പോൾ, അതായത് കശ്മീരുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ തുർക്കി തിരിഞ്ഞപ്പോൾ നരേന്ദ്രമോദി അർമേനിയ മുന്നിൽ വെച്ചുകൊണ്ട് തുർക്കിയെ നേരിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അർമേനിയയെ കൂടുതൽ ആയുധീകരിക്കുക, അല്ലെങ്കിൽ അർമേനിയയ്ക്ക് കൂടുതൽ ആയുധങ്ങൾ കൊടുക്കുക, അവിടെയുള്ള പട്ടാളക്കാരെ കൂടുതൽ പരിശീലിപ്പിക്കുക, അങ്ങനെയുള്ള രീതിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. നമുക്കറിയാം തുർക്കിയും അർമേനിയയും ബദ്ധവൈരികളാണ് എന്നുള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തുർക്കിയും പിൻവലിയാനുള്ള സാധ്യതയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും കാണുന്നത്. പിന്നെയുള്ളത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ മാത്രമാണ് ഇപ്പോൾ ബംഗ്ലാദേശിന് കൈ കൊടുക്കാനുള്ള സാധ്യത പ്രധാനമായും കണ്ടുവരുന്നത്. എന്തായിരുന്നാലും ഇന്ത്യൻ സൈന്യത്തെ നേരിടാൻ നമ്മുടെ സൈന്യത്തിന് പരമാധികാരം കൊടുക്കുന്ന ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു ഡോക്ട്രിനാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബംഗ്ലാദേശിൻ്റെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സൈന്യത്തെ ക്രമീകരിക്കണം എന്നും ആ ഡോക്ട്രിനിൽ പറയുന്നു. ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന പുറത്തുവിടുന്ന ഡോക്ട്രിനിൽ പ്രധാനമായും അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ നിയന്ത്രിക്കാത്ത ഒരു സ്വതന്ത്ര സൈനികമായിട്ടുള്ള ഒരു നേതൃത്വം ഞങ്ങൾക്ക് വേണം എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിലെ പട്ടാളത്തെ നിയന്ത്രിക്കുന്നത് ഇന്ത്യയാണ് എന്നുള്ള തോന്നൽ ബംഗ്ലാദേശിന് ഇപ്പോഴും ഉണ്ട്. ബംഗ്ലാദേശിലെ ദിനപത്രമാണ് അമർ ദേശ് എന്ന് പറയുന്നത്. ഈ അമർ ദേശിന്റെ എഡിറ്ററായിട്ടുള്ള മഹദൂർ റഹ്മാനാണ് ഇക്കാര്യം പ്രധാനമായും അവിടെ എപ്പോഴും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മഹദൂർ റഹ്മാൻ ഇക്കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം അവർ പറയുന്നത്, ഷെയ്ഖ് ഹസീനയുടെ മകൾ സൈമ വസേദ് അവർക്ക് ലോകാരോഗ്യ സംഘടനയിലെ സുപ്രധാന സ്ഥാനത്തേക്ക് ബംഗ്ലാദേശ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു. ഈ നോമിനേഷൻ റദ്ദാക്കണമെന്നാണ് റഹ്മാന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ജമുന പാലത്തിന്റെ പേര് ഷഹീദ് അബു സെയ്ദിന്റെ പേരിൽ മാറ്റുക. 2009 മുതൽ ഇന്ത്യയുമായി ഉണ്ടാക്കിയ കരാറുകളെല്ലാം രഹസ്യമായിരുന്നു, അത് പരസ്യമാക്കണം. ധാക്കയിലെ ബംഗബന്ധു അവന്യൂവിന്റെ പേര് ഷഹീദ് അബ്രാർ അവന്യൂ എന്ന പുനർനാമകരണം ചെയ്യുക എന്നിവയൊക്കെയാണ് ഈ ഡോക്ട്രിനിൽ, അതായത് ഇവരുടെ ബംഗ്ലാദേശ് ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കണം എന്ന ഡോക്ട്രിനിൽ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.